Dear GATE aspirants, നിങ്ങളുടെ ഹോൾ ബിടെക് ലൈഫിൽ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സയന്റിഫിക് കാൽക്കുലേറ്റേഴ്സും ഫിസിക്കൽ കാൽക്കുലേറ്റേഴ്സും ആണ്. പക്ഷേ ഗേറ്റ് പോലൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ നിങ്ങൾക്ക് സയന്റിഫിക് കാൽക്കുലേറ്റേഴ്സ് യൂസ് ആവില്ല. പകരം യൂസ് ആവുന്നത് സ്ക്രീനിൽ തെളിയുന്ന വിർച്വൽ കാൽക്കുലേറ്റേഴ്സ് ആയിരിക്കും. പക്ഷേ ഈ വിർച്വൽ കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് സയന്റിഫിക് കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന പോലെ ഈസി അല്ല. അപ്പോൾ നമുക്ക് നോക്കാം ഗേറ്റ് കാൽക്കുലേറ്റർ സ്പെസിഫിക്കലി യൂസ് ചെയ്യാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ്. ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ ഗേറ്റ് പ്രിപ്പറേഷനൊക്കെ നല്ലപോലെ പോകുന്നു വിചാരിക്കുന്നു. സോ ഗേറ്റ് പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ അല്ലെങ്കിൽ ഗേറ്റ് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ പ്രിപ്പറേഷനൊക്കെ വളരെ മനോഹരമായിട്ട് പോകും. ഇൻഫാക്ട് നിങ്ങൾ നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങൾ മെറ്റീരിയൽ എല്ലാം നല്ലപോലെ ആൻസർ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ഫൈനൽ ഡേ എക്സാമിന് ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും തലവേദനയായി മാറുന്നതും നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്നതുമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഈ പറഞ്ഞ ഈ ഗേറ്റ് കാൽക്കുലേറ്റർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഗേറ്റ് കാൽക്കുലേറ്റർ എങ്ങനെ യൂസ് ചെയ്യാമെന്നും അത് നമ്മുടെ അഡ്വാൻറ്റേജിന് എങ്ങനെ യൂസ് ചെയ്യാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പല സ്റ്റുഡൻസിനുള്ള ഇഷ്യൂ ആണ്. ഇൻഫാക്ട് പല രീതിയിലുള്ള നമ്മൾ ഇഷ്യൂ ആയിട്ട് സ്റ്റുഡൻസ് പറയുന്നതാണ്. ഞങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാം പ്രോപ്പറായിട്ട് പഠിച്ചു, എല്ലാം വൃത്തിയായിട്ട് പഠിച്ചു, പക്ഷേ എക്സാമിന് ചെന്ന് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഫൈനലി മാർക്ക് വരുമ്പോൾ അത് കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണാറുണ്ട്. അവർ പ്രോബ്ലം ചെയ്ത് നോക്കി എല്ലാം കറക്റ്റായിട്ടായിരിക്കും പ്രൊസീജിയറൊക്കെ വരുന്നത്. ഇൻഫാക്ട് അവർ നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് ആൻസറൊക്കെ എഴുതി കാണിക്കുമ്പോഴും ആൻസർ എല്ലാം കറക്റ്റാണ്, അവർ ചെയ്യുന്ന പ്രൊസീജിയർ കറക്റ്റാണ്, ഫൈനൽ ആൻസറിലെത്തുന്നതും ശരിയായിട്ട് തന്നെ വരുന്നുണ്ട്. പക്ഷേ എവിടോ എന്തോ മിസ്റ്റേക്ക് പറ്റുന്നുണ്ട്. അതാണ് ഈ ഗേറ്റ് കാൽക്കുലേറ്ററിൽ സംഭവിക്കുന്നത്. അപ്പം ഗേറ്റ് കാൽക്കുലേറ്റർ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾക്ക് ഗേറ്റ് എക്സാം എഴുതാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് തന്നെ പറയേണ്ടത് വരും. കാരണം നിങ്ങൾ എല്ലാ കോൺസെപ്റ്റ് പഠിച്ചാലും ഫൈനലി നമ്മുടെ കാൽക്കുലേഷൻസ് ആണ് ഫൈനലി റിസൾട്ടിൽ എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റിസൾട്ടിലേക്ക് എത്തുന്നതിൻ്റെ മുൻപായിട്ടുള്ള കാൽക്കുലേഷനിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ആ ഒരു ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്ത് നമ്മൾ ഇതിനെ ഒഴിവാക്കണം. ഇതിനെ എങ്ങനെയെങ്കിലും ഫേസ് ചെയ്ത് ടാക്കിൾ ചെയ്ത് നമ്മൾ അതിനെ ഓവർകം ചെയ്യണം. അതിനുവേണ്ടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും. എന്തൊക്കെയാണ് ഈ കാൽക്കുലേറ്ററിൻ്റെ ഫീച്ചേഴ്സ്, സ്മോൾ കാൽക്കുലേഷൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാൽക്കുലേഷനിലേക്കൊക്കെ പോകും. ചുമ്മാ ഏതെങ്കിലും വാല്യൂസ് ഒക്കെ ഇട്ട് ചെയ്യുകയല്ല, നമ്മുടെ സബ്ജക്റ്റിലൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ടച്ച് ചെയ്തായിരിക്കും നമ്മൾ പോകുന്നത്. സോ ദാറ്റ് യു വിൽ ഗെറ്റ് എ ക്ലിയർ ഐഡിയ വാട്ട് യു ആർ ഗോയിങ് ടു ഫേസ് ഇൻ ദ ഗേറ്റ് എക്സാം, റൈറ്റ്? സോ നമുക്ക് ഡയറക്റ്റ്ലി ഈ ഒരു കാൽക്കുലേറ്ററിൻ്റെ ഒരു ഓവറോൾ സെറ്റപ്പിലേക്ക് നമുക്ക് പോകാം. സോ ഈ സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ എവിഡൻ്റ് ആയിട്ടൊരു സെക്ഷനാണ്. നിങ്ങൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ നോർമൽ കാൽക്കുലേറ്റേഴ്സ്, ഓൺലൈൻ കാൽക്കുലേറ്റേഴ്സിലോ അല്ലെങ്കിൽ മൊബൈൽ കാൽക്കുലേറ്റേഴ്സിലോ ഒക്കെ ഉള്ള ഒരു പോർഷനാണ് ഈ ഭാഗം. ഇവിടെ നമുക്ക് നമ്പേഴ്സ് ഉണ്ട്, ബേസിക് ആയിട്ടുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, അഡീഷൻ ഉണ്ട്, റൈറ്റ്? ആൻഡ് ഫൈനലി റിസൾട്ട് കിട്ടാൻ വേണ്ടി യു ഹാവ് ദിസ് ഈക്വൽ ബട്ടൺ. അതും നമുക്കറിയാവുന്നതാണ്. പിന്നെ ഇവിടെ വരുമ്പോഴാണ് ഈ സ്ക്വയർ റൂട്ടിൻ്റെ ബട്ടൺ. സോ സ്ക്വയർ റൂട്ട് വേണമെങ്കിൽ ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 16 വേണമെങ്കിൽ യു ക്യാൻ പുട്ട് ദ വാല്യൂ ആൻഡ് ടേക്ക് റൂട്ട്, റൈറ്റ്? പിന്നെ വരുന്നത് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പെർസെൻറ്റേജ് കാൽക്കുലേഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ കാണും. പിന്നെ 1/x എന്ന് പറയുന്ന വിച്ച് ഇസ് ബേസിക്കലി റെസിപ്രോക്കൽ. നിങ്ങൾക്ക് ഒരു നമ്പറിൻ്റെ റെസിപ്രോക്കൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫീച്ചറാണിത്. നമുക്ക് അതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫീച്ചറാണ്, റൈറ്റ്? പിന്നെ വരുന്നത് ഈ ഒരു സെക്ഷനാണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ മെമ്മറി സേവ്, മെമ്മറി റീഡ്, മെമ്മറി ക്ലിയർ എന്ന് പറയുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സേവ് ചെയ്യണമെങ്കിൽ യു ക്യാൻ യൂസ് ദിസ്. പിന്നെ എപ്പോഴെങ്കിലും അതിനെ വീണ്ടും യൂസ് ചെയ്യണമെങ്കിൽ മെമ്മറി റീഡ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ MR യൂസ് ചെയ്ത് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് ഓപ്ഷൻ ഇസ് ദെയർ. പിന്നെ വരുമ്പോൾ ഈ സെക്ഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാ ഓപ്പറേഷൻസും വിച്ച് ഇസ് ബേസിക്കലി ട്രിഗ്നോമെട്രിക് ഓപ്പറേഷൻസ്, നമ്മുടെ എക്സ്പോണൻഷ്യൽ, അങ്ങനത്തെ ഉള്ള പല രീതിയിലുള്ള ഓപ്പറേറ്റേഴ്സും അതുപോലെ ഫങ്ഷൻസും നമുക്ക് കാണാൻ പറ്റും, റൈറ്റ്? അപ്പോൾ ഇവിടെ ആണെങ്കിൽ മോഡ് എന്ന് പറയുന്നത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ മോഡ് എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് റിമൈൻഡർ കിട്ടാൻ വേണ്ടി, നമ്മുടെ ഡിവിഷൻ ഓപ്പറേഷനിൽ റിമൈൻഡർ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണിത്. പിന്നെ വരുന്നത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ആണ്. ഹൈപ്പർബോളിക്കും ഇൻവേഴ്സ് ഹൈപ്പർബോളിക്കും ഫംഗ്ഷൻസുമാണ്. ഓക്കെ, സോ ട്രിഗ്നോമെട്രിക് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിനെ കുറിച്ച് എനിക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ ഈ ഫംഗ്ഷൻ യൂഷ്വലി നമുക്ക് അധികം യൂസ് വരാറില്ല, ബട്ട് ചില സബ്ജക്ട്സിന് അത് യൂസ് വരാറുണ്ട്. അതുകൊണ്ട് ഇതും ഫെമിലിയർ ആയിരിക്കണം. ഡിപ്പെൻഡിങ് ഓൺ യുവർ സബ്ജക്റ്റ്, നിങ്ങൾ ഏത് സ്ട്രീം ആണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതധികം യൂസ് വരുന്നോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, പിന്നെ പൈയുടെ ഒബ്വിയസ്ലി പൈ ഇല്ലാണ്ട് എഞ്ചിനീയറിംഗ് കാൽക്കുലേഷൻസ് ഇല്ല. അതുകൊണ്ട് പൈ ഉണ്ട്. ഈ എക്സ്പോണൻഷ്യലിൻ്റെ ഉണ്ട്, n ഫാക്ടോറിയൽ, ലോഗരിതമിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ലോഗ് ടു ദ ബേസ് 2 ഉണ്ട്, ലോഗ് ടു ദ ബേസ് y ഉണ്ട്, ലോഗ് ടു ദ ബേസ് 10 ഉണ്ട്, നാച്ചുറൽ ലോഗരിതം ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ലോഗ് ഫങ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്, റൈറ്റ്? പിന്നെ വരുന്നത് സൈൻ, കോസ്, അതിൻ്റെ ഇൻവേഴ്സ്, അതെല്ലാം അവൈലബിൾ ആണ്. പിന്നെ ക്യൂബ് റൂട്ട്, ഇതെന്താ സംഭവം?
അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മോഡുലസ് എക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. പോസിറ്റീവ് വാല്യൂ മാത്രമായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ എക്സ് ക്യൂബ്, എക്സ് സ്ക്വയർ, ഇതെല്ലാം നമുക്ക് സംഭവങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ബേസിക് ആയിട്ടുള്ള നമ്മുടെ കാൽക്കുലേഷൻസിന് വേണ്ടുന്ന എല്ലാം ഇവിടെ തന്നെ അവൈലബിൾ ആണ്. സോ ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ ബട്ടണിലും നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷനെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അവിടെ നമ്മൾ ഏത് രീതിയിലാണ് ചെയ്തു പോകേണ്ടത് എന്നതിനെ കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടും. സോ ആദ്യം നമ്മൾ നോക്കുന്നത് സ്ക്വയർ റൂട്ട്. ഈ അറ്റത്ത് നിന്ന് തുടങ്ങാമേ. സ്ക്വയർ റൂട്ട് ഓഫ് 16 ആണ് എനിക്ക് വേണ്ടത്. സ്ക്വയർ റൂട്ട് ഓഫ് 16 എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ നോർമൽ കാൽക്കുലേറ്റർ ആണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഈ നോർമൽ കാൽക്കുലേറ്റർ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ കയറിയതുകൊണ്ട്, നമ്മുടെ ഫിസിക്കൽ കാൽക്കുലേറ്റർ മനസ്സിൽ കയറിയതുകൊണ്ട് നമ്മൾ ആ രീതിയിലായിരിക്കും ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ രീതിയിൽ ചെയ്താൽ കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, ഞാനിവിടെ ആദ്യമായിട്ട് ചെയ്യാൻ പോവാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 16 എന്ന് പറഞ്ഞ് കൊടുത്താൽ ഒന്നും കിട്ടത്തില്ല. സംഭവം നിങ്ങളെ വലിയ കാൽക്കുലേഷൻ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് തെറ്റായിരിക്കും വരുന്നത്. ഓക്കെ, നിങ്ങളത് അറിയുന്നില്ല. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി അറിയാം. ഞാനിപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 16 എന്ന് പറഞ്ഞു കൊടുത്താൽ എനിക്ക് വരേണ്ടത് 4 ആണെന്നറിയാം, പക്ഷേ എനിക്ക് 16 ആണ് കിട്ടുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ സംഭവം തെറ്റായിപ്പോയി. അപ്പോൾ അത് ചെയ്യേണ്ടത്, ഫസ്റ്റ് നിങ്ങൾ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. ഏത് വാല്യൂ ആണ് കൊടുക്കേണ്ടത്, എന്നിട്ടാണ് ഏത് ഫംഗ്ഷനാണ് ചെയ്യേണ്ടതെന്ന് പറയേണ്ടത്. അപ്പോൾ എനിക്ക് സ്ക്വയർ റൂട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ 16 സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതി വരും, SQRT ബ്രാക്കറ്റിൽ 16 എന്ന് പറഞ്ഞ് വരും. അതിൻ്റെ താഴെ ആൻസർ നമുക്ക് കിട്ടും. സോ ദി ആൻസർ ഇസ് 4. സ്ക്വയർ റൂട്ട് ഓഫ് 16 4 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഗേറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഗേറ്റ് എക്സാം എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഗേറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ ദയവായി ഈ ഒരാളെ പിടിച്ച് ദൂരേക്ക് എറിയുക. അധികം ദൂരേക്ക് എറിയരുത്, കാരണം നിങ്ങളുടെ നോർമൽ എക്സാംസിനൊക്കെ ഇയാളെ യൂസ് വരും. പക്ഷേ ഗേറ്റ് എക്സാമിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഈ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. കാരണം നമുക്ക് ഞാനിനി എന്തൊക്കെ പഠിപ്പിച്ചാലും, ഒരു 100 hours ക്ലാസ് എടുത്താലും അതിൽ ഉപരിയായിട്ട് ഏതെങ്കിലും ഒരു എക്സ്ട്രാ പ്രോബ്ലം വരും. അവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള രീതിയിൽ അത് ചെയ്യേണ്ടി വരും. അപ്പോഴത്തേക്ക് ഈ കാൽക്കുലേഷൻ നമുക്ക് ചിലപ്പോൾ തെറ്റിയെന്നിരിക്കാം. അപ്പോൾ നമ്മുടെ നോർമൽ ഫിസിക്കൽ കാൽക്കുലേറ്റർ എത്രമാത്രം പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഉള്ള സ്പീഡിലെത്തിയത് നിങ്ങൾ ആലോചിക്കണം. അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് നമുക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ഈ ഒരു സ്റ്റേജിൽ എത്താൻ കാര്യം എന്താ, അത്രമാത്രം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ കാൽക്കുലേഷൻസ് അതിൽ ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ നിങ്ങളും ഈ കാൽക്കുലേറ്റർ അടുത്ത് വെക്കരുത്. ദയവായി ഈ കാൽക്കുലേറ്റർ അടുത്ത് വെക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഗേറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഗേറ്റ് എക്സാമിന് വേണ്ടി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ, അത് ചുമ്മാ അറ്റൻഡ് ചെയ്യുന്നതാണെങ്കിൽ പോലും ഈ കാൽക്കുലേറ്റർ ഉപയോഗിക്കുക. എനിക്കറിയാം വളരെ പാടാണ്. ഈ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്തു വരാൻ വളരെ ഡിഫിക്കൽട്ടായിട്ടൊക്കെ തോന്നും. പക്ഷേ അത് നമ്മുടെ ഒരു ആവശ്യമാണെന്ന് മനസ്സിലാക്കി ഈ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത് ഒരു വളരെ ഹൈ പ്രയോറിറ്റി ടാസ്ക് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യും. റൈറ്റ്? സോ ഫസ്റ്റ് തിങ് ഇസ് ദിസ്, ദാറ്റ് ഇസ് സ്ക്വയർ റൂട്ട് എടുക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ വരുന്നത് പെർസെൻറ്റേജ് സൈൻ ആണ് അവിടെ കാണുന്നത്. ഈ പെർസെൻറ്റേജ് സൈൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ചാൽ, ഞാനിവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 25 എന്ന് പറയുന്ന നമ്പറിൻ്റെ 10%. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 25ൻ്റെ 10%, അല്ലെങ്കിൽ പറയുകയാണ് 25 രൂപയുള്ള എന്തെങ്കിലും ഒരു കമോഡിറ്റി ഉണ്ടായിരുന്നു, അതിൻ്റെ 10% ഡിസ്കൗണ്ട് കിട്ടി, അല്ലെ ആ രീതി നമ്മൾ പറയുമല്ലോ. അപ്പോൾ ഇതെങ്ങനെ എഴുതുമെന്നുള്ളത്, അല്ലെങ്കിൽ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ 25ൻ്റെ 10% എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം 10 എന്ന് നമ്മൾ കൊടുക്കുക, 10%, പിന്നെ 25 എന്ന് കൊടുക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് 2.5 എന്ന് കിട്ടും. മനസ്സിലായോ? എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് ആദ്യം ടൈപ്പ് ചെയ്യുക, 10%. പിന്നെ ഏത് വാല്യൂവിൽ നിന്ന് ആ പെർസെൻറ്റേജ് എടുക്കേണ്ടത് എന്നുള്ളത് പിന്നെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാമല്ലോ. 25 × 10/100 ഈ രീതിയിൽ വരുമ്പം കാൽക്കുലേറ്റ് ചെയ്ത് പോകും. ഫൈനലി 2.5 എന്ന് പറയുന്ന ആൻസർ കിട്ടും. നമ്മൾ നോർമലി കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കേ. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കേ. 4 × 50%, ദാറ്റ് ഈസ് 4 രൂപയുടെ സാധനത്തിന് 50% കുറഞ്ഞു, അല്ലെങ്കിൽ 50% വാല്യൂ എത്ര ആണ് അത് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് അറിയാവുന്നതാണ് എത്ര വാല്യൂ വരുന്നതെന്ന്. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, 50%, ഓക്കെ, പിന്നെ വാല്യൂ 4 അവറുണ്ട്. എത്ര വരും? 2. ബേസിക് കാൽക്കുലേഷൻ ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. സോ ഇനി വരുന്നത് നെക്സ്റ്റ് സംതിങ് ഇൻട്രസ്റ്റിംഗ്, വിച്ച് ഇസ് റെസിപ്രോക്കൽ. അപ്പോൾ റെസിപ്രോക്കലിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വാല്യൂ കൊടുക്കുക. ഇപ്പോൾ എനിക്കാണെങ്കിൽ 1/25ൻ്റെ ആൻസറാണ് വേണ്ടത്. 1/25 വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, 25 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തിട്ട് ഞാൻ ഈ ബട്ടൺ ഞെക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് 0.04 നമുക്കറിയാം. 1/25 എന്ന് പറയുന്നത് 0.04 ആണ്. നിങ്ങൾ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയോ. ബട്ട് ദെൻ ഐ തിങ്ക് യു നോ ഇറ്റ്, റൈറ്റ്? 1/25 എന്ന് പറയുന്നത് 0.04 ആണ്, റൈറ്റ്? അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് എന്തായിരുന്നു,
പിന്നെ വരുന്നത് നമ്മുടെ മോഡ് ഓപ്പറേഷൻ കൂടെ ജസ്റ്റ് പറയാം. ഞാൻ ഈ ഭാഗത്ത് കഴിഞ്ഞു, ഇനി മോഡ് ഓപ്പറേഷൻ ഞാൻ പറയുകയാണ്. മോഡ് ഓപ്പറേഷനിൽ വരുന്നത് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു റിമൈൻഡറാന്ന് പറഞ്ഞു അല്ലേ, റിമൈൻഡറാണ് വരുന്നത്. അപ്പോൾ 25 മോഡ് 5 എന്ന് പറയുന്നത് എത്ര വരുന്നത്? 0 ആണ് വരേണ്ടത്. ഞങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. 25 മോഡ് 5 എത്ര വരേണ്ടത്? 0, റൈറ്റ്. അവിടെ റിമൈൻഡർ ഒന്നുമില്ല. പക്ഷേ 21 മോഡ് 4 ആണെങ്കിലോ 21 മോഡ് 4 എത്ര വരുന്നത്? 1. ഒരു റിമൈൻഡർ വരും അല്ലേ? കാരണം നിങ്ങൾക്കത് ഞാൻ ഇനി ബേസിക് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നില്ല. അവിടെ അപ്പം എന്താ വരുന്നത്? ഇവിടെ ആണെങ്കിൽ 0 വന്നേന്, ഇവിടെ ആണെങ്കിൽ 1 വന്നേന്, റൈറ്റ്. സോ ദാറ്റ് ഓൾസോ ഇസ് ദെയർ. ഇങ്ങനൊരു ഫീച്ചറും നമുക്ക് അവൈലബിൾ ആണ്. അത് ചില കേസിൽ നമുക്ക് ആവശ്യം വരും, ഡിപ്പെൻഡിങ് ഓൺ ദ സ്ട്രീം ദാറ്റ് യു ആർ ഓപ്റ്റിംഗ് ഫോർ. ഈ ഒരു ആവശ്യം ചിലപ്പം വേണ്ടി വന്നെന്നിരിക്കാം. പിന്നെ വരുന്നത് ഈ പറഞ്ഞ പോലെ എക്സ്പോണൻറ്റ് ഫോമാണ്. എക്സ്പോണൻറ്റ് ഫോം എന്ന് പറയുന്നത് ഇപ്പം 25 × 10⁴ എന്ന് പറയുന്ന വാല്യൂ നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെന്നിരിക്കട്ടെ. 25 × 10⁴ അത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നിങ്ങൾ ചെയ്യുന്നെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ 25 എക്സ്പോണൻറ്റ് 4 എന്ന് പറഞ്ഞ് നമുക്കൊരു ഓപ്ഷനുണ്ട്. ഇങ്ങനെ വരുമ്പം നിങ്ങൾക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടിക്കോളും. 25 എക്സ്പോണൻറ്റ് 4 ഈ ഒരു രീതിയിലായിരിക്കും അത് വരുന്നത്. 25 എക്സ്പോണൻറ്റ് 4, റൈറ്റ്. അതല്ലാണ്ട് വേറെ ഓപ്ഷനുണ്ട്. അത് നമുക്ക് ഈ ബേസിക് ആയിട്ട് മനസ്സിലാക്കാവുന്നത് 25 × 10⁻². അറിയാലോ, ആ 10⁻² എന്ന് പറഞ്ഞ് വരും. അപ്പോൾ 10⁻² നിങ്ങൾ ആദ്യം ഇവിടെ ഞെക്കരുത്. കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ 10⁻² എന്ന് പറഞ്ഞല്ല കൊടുക്കേണ്ടത്. നമ്മൾ ആദ്യം ആ മേളിൽ എന്ത് വാല്യൂ, എക്സിൻ്റെ വാല്യൂ ആദ്യം കൊടുക്കണം. എക്സിൻ്റെ വാല്യൂ എന്താണ് കൊടുത്തിട്ട് മാത്രമേ ആ ബട്ടൺ ഞെക്കാവൂ. ഇപ്പോൾ എക്സ് എത്ര വേണ്ടത് നമുക്ക്? ഇവിടെ വേണ്ടത് 4 ആണ്. 10⁻4 ആണ്. അപ്പോൾ എന്ത് വേണം? 4 ഞെക്കിയിട്ട് എന്ത് ചെയ്യും? പിന്നെ ഇത് വെക്കും. അപ്പോഴത്തേക്ക് ഈ വാല്യൂ ആണ് ഫൈനലി ഇപ്പം വന്നേക്കുന്നത്. പവർ 10⁻4 അതാണ് 10,000 ആയിട്ട് വന്നേക്കുന്നത്. ഇനി ഒരു ബട്ടണും കൂടെ ഈക്വൽ ടു ക്ലിക്ക് ചെയ്താൽ ഫൈനൽ ആൻസറിലേക്ക് വരും. മനസ്സിലായോ? അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ വലിയ കാൽക്കുലേഷൻ ചെയ്ത് പോകുമ്പോൾ ഈ ഈക്വൽ ടു ഞെക്കാൻ ചിലപ്പോൾ മറന്നെന്നിരിക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നേരത്തെ ഉള്ള ആൻസർ കണ്ടോ 10⁻4 എന്നുള്ളതായിരിക്കും നിങ്ങൾ ആൻസറായിട്ട് ചിലപ്പോൾ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നും സംഭവിക്കരുത്. കറക്റ്റായിട്ട് അത് ഈക്വൽ ടു ഞെക്കാനും കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചേക്കാം, റൈറ്റ്. സോ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. പിന്നുള്ളത് ഈ പറഞ്ഞ പോലെ 25 × 10⁻⁻4 വരാം. 25 × 10⁻⁻4 വരുന്ന കേസും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. 25 എക്സ്പോണൻറ്റ് ഞാൻ ഫസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യണേ. എക്സ്പോണൻറ്റ് -4 എനിക്ക് വേണം. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ 4 ഞെക്കിയിട്ട് ഇവിടെ ഒരു സിമ്പലുണ്ട്. ഈ സിമ്പൽ ഞെക്കുകയാണെങ്കിൽ മൈനസ് എന്ന് പറയുന്ന വാല്യൂ വരും. അപ്പോൾ -4 എന്ന് വന്നു. എന്നിട്ട് ഞാൻ ഈക്വൽ ടു കൊടുത്തു, വിച്ച് ഇസ് ബേസിക്കലി 0.0025, റൈറ്റ്. സോ മൈനസ് എക്സ്പോണൻറ്റ് വരികയാണെങ്കിൽ, നെഗറ്റീവ് എക്സ്പോണൻസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഈ സിമ്പിൾ പ്രിഫർ ചെയ്യാനാണ് ഞാൻ പ്രിഫർ ചെയ്യുക. ഐ വുഡ് സജസ്റ്റ് ദിസ് സിമ്പിൾ വെൻ എവർ യു നീഡ് ഈ എക്സ്പോണൻറ്റ് മുകളിൽ മൈനസ് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ. മറ്റേ മെത്തേഡ് ഏതായിരുന്നു? 25 × എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യുക? 4 അല്ലേ? 4 കൊടുക്കുക, എന്നിട്ട് മൈനസ് കൊടുക്കുക, എന്നിട്ട് 10⁻4 കൊടുക്കുക, 10⁻x. ഓക്കെ, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആൻസർ കിട്ടിയോ? ഇതാണോ ആൻസർ? ഏതാണ് പറഞ്ഞത്? നമ്മൾ ആൻസർ അതേപോലെ ഇങ്ങ് എഴുതരുത്. 0.001 അത് ആൻസർ ആയിട്ടില്ല. ഈക്വൽ ടു ഞെക്കിയാലേ ആൻസർ ആകത്തുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. പലപ്പോഴും പലരും തെറ്റിക്കുന്നതാണ്. ആ ഒരു കാര്യം ജസ്റ്റ് മനസ്സിൽ വെച്ചേക്കുക. ഇതെല്ലാം നമ്മുടെ നാച്ചുറൽ ഫ്ലോയിൽ വരണമെങ്കിൽ പ്രാക്ടീസ് വേണം. ഞാനിത് എങ്ങനെയൊക്കെ പറഞ്ഞാലും ഫൈനലി നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു മസിൽ മെമ്മറി ആയിട്ട് മാറത്തുള്ളൂ. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. സോ നെക്സ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ ദിസ് ഇസ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ. ഇപ്പോൾ ഇൻവേഴ്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷനാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. സോ ഇൻവേഴ്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷനിൽ ഈ പറഞ്ഞ പോലെ ഞാനൊരു സൈക്കോ ആയതുകൊണ്ട് ഈ ഒരു വലിയ നമ്പർ എടുക്കുകയാണ്. ഇതിൻ്റെ ഒരു ആ വേവ് ഫോമിൻ്റെ ഒരു ബ്യൂട്ടിയും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത് എടുത്തത്. സോ ഈ ഒരു ഫംഗ്ഷൻ നമുക്കൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം, റൈറ്റ്. സോ എനിക്ക് ഇൻവേഴ്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ വാല്യൂ ആണ് വേണ്ടത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻവേഴ്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ വാല്യൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാം? ഇവിടെ എത്ര 5 ഉണ്ട്? 1 2 3 4 5 6 7 8 5 ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ക്ലിയർ ചെയ്യുക. പിന്നെ 1 2 3 4 5 6 7 8 5 ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോകണം? എച്ച് ഇൻവേഴ്സ് വരണം. നിങ്ങൾ എന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്? എന്തായിരിക്കും ആ വാല്യൂ വരുന്നത്? 18.52 എന്ന് പറയുന്ന വാല്യൂ വരത്തുള്ളൂ. വളരെ ചെറിയ വാല്യൂ ആണ്. ഇറ്റ്സ് നത്തിങ് കമ്പയർഡ് ടു ദ ബിഗ് വാല്യൂ ദാറ്റ് യു ഹാവ്. സോ അങ്ങനെയാണ് ആ വാല്യൂ. അത് കറക്റ്റാണ്. ഇതാണ് വരുന്നത്. നിങ്ങൾ ആ സൈൻ ഇൻവേഴ്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് അതിൻ്റെ വേവ് ഫോം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ പ്രത്യേകത. എത്ര വലിയ വാല്യൂ പോയാലും
ചെറിയ വാല്യൂ ആയിരിക്കും മറ്റേ ആക്സിസിലുള്ളത്, റൈറ്റ്? സോ അതുപോലെ കൊസൈൻ ഹൈപ്പർബോളിക് ഇൻവേഴ്സ് അതിൻ്റെ എങ്ങനെ വരും, അതും നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. 1 കൊടുക്കുക, എന്നിട്ട് h എത്ര വരും? 0 വരേണ്ടത്, റൈറ്റ്? 0 വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. പിന്നെ വരുന്നത് log 8 to the base 2. ഈ രീതിയിലുള്ള കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യുക, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് യൂസ് ചെയ്യും എന്നുള്ളത് ആദ്യം ചൂസ് ചെയ്യുക. കുറേ ലോഗരിതമിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ log to the base 2 ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, 8 ആ എക്സിൻ്റെ അവിടെ വരുന്ന വാല്യൂ. ഈ എക്സിൻ്റെ അവിടെ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 8. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, 8 ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യും, ആ ബട്ടൺ ഞെക്കുക. അപ്പോഴത്തേക്ക് 3 വരും. കറക്റ്റ് ആൻസർ ആണോ? ആൻസർ കറക്റ്റ് അല്ലേ? ഇത് കറക്റ്റാണ്. കാരണം 2 to the power 3 ആണ് 8 എന്ന് പറയുന്നത്. 2 to the power 3 ആണ് 8 വരുന്നത്. കറക്റ്റാണ്. പിന്നെ വരുന്നത് നാച്ചുറൽ ലോഗരിതം ഫംഗ്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഇങ്ങനെ നമ്മൾ എഴുതാറുണ്ട്, ലോഗ് E2 എന്ന് പറഞ്ഞ് എഴുതാറുണ്ട്. അതിനെ നമ്മൾ ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്, റൈറ്റ്? സോ അതെന്തോ വരും, അത് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. നിങ്ങൾ എന്തോ വേണം, 2 ഞെക്കുക, എന്നിട്ട് ഈ ബട്ടൺ ഞെക്കുക. ആൻസർ 0.69 എന്ന് പറയുന്ന വാല്യൂ വരും. 0.6931, റൈറ്റ്? സോ ഈ വാല്യൂ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടോ ഇതിൻ്റെ ആൻസറോ? അപ്പോൾ ഇവിടെ നമുക്ക് ആ ഓപ്ഷൻ ഉണ്ട്, log to the base 10 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലേ? log to the base 10 ഉണ്ടോ? നമുക്ക് നോക്കാം. log to the base 10 ഓപ്ഷൻ ആക്ച്വലി ഇതിനെ വെച്ച് നമുക്ക് നോക്കിയാലോ, log to the base 10 അത് കിട്ടുമോ നോക്കാം. ദാറ്റ് ഈസ് നമുക്ക് 100 ആണ് വേണ്ടത്. 100 അതാ. അപ്പോൾ ഇതെന്ന് പറയുന്നത് log to the base 10 ആണ്. ഇത് log to the base 10 ആണ്. അതുകൊണ്ടാണ് നമുക്ക് അത് കറക്റ്റ് ആൻസർ വരുന്നത്. 10 to the power 2 എന്ന് പറയുന്ന 100 വരും. 10 to the power 2 എന്ന് പറയുന്നത് 100 വരും. സോ നിങ്ങൾക്കത് ഒന്നും കൂടെ, എനിക്ക് അത്ര ഉറപ്പില്ല, ഡൗട്ടുണ്ട്, ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ ചെയ്യാം. ഓക്കെ, 1000 കൊടുത്തേ. ഇത് 1000 അല്ല, 10,000 ആണ്. 10,000 കൊടുത്തിട്ട് ഞാൻ ഈ ബട്ടൺ ഞെക്കി, 4 വരും. ഓക്കെ, 4 വരുന്നെങ്കിൽ എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ബേസ് 10 ആണത്. അപ്പോൾ ഇത് ബേസ് 10 ആണ്. ഇത് നാച്ചുറൽ ലോഗരിതം, ഇത് ബേസ് 2. ഇത് നമുക്ക് ഇഷ്ടമുള്ള ബേസ് കൊടുക്കാവുന്ന രീതിയിലുള്ള സംഭവമാണ്. അതും കൂടെ വേണമെങ്കിൽ ഒന്ന് നോക്കണം, അതും കൂടെ വേണമെങ്കിൽ ഒന്ന് നോക്കാം, നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ മാറട്ടെ. ഓക്കെ, സോ അവിടെ നമ്മൾ ആദ്യം ഇത് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാമേ. ആദ്യം എത്ര വാല്യൂ ആണ് വേണ്ടത്, എത്ര വാല്യൂവിനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എക്സിൻ്റെ വാല്യൂ കൊടുക്കണം. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ 100 ആണ് കൊടുക്കുന്നത്. 100 കൊടുത്തു. ഇതാണ് എക്സിൻ്റെ പൊസിഷനിലുള്ളത്. വൈൻ്റെ പൊസിഷനിൽ 10 ആണ്. അപ്പോൾ ഞാൻ എന്നിട്ട് എന്താ വേണം, ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തിട്ട് പിന്നെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ബേസ് 10 ആണെന്നുള്ളത്. അത് ഞാൻ കൊടുക്കുകയാണ്, ബേസ് 10 ആണെന്നുള്ള കൊടുക്കുകയാണ്. അപ്പോൾ ആൻസർ 2 വരും. അപ്പോൾ ഇതൊരു ജനറൽ ആയിട്ടുള്ള ലോഗരിതമിക് ഫംഗ്ഷൻ ആണ്. അവിടെ നമുക്ക് ഏതും ആഡ് ചെയ്യാം, ബേസ് ഏതും കൊടുക്കാം. ഏത് നമ്പറിനാണ് നമ്മൾ ലോഗരിതം ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നത് അത് നമുക്ക് ഡിസൈഡ് ചെയ്യാം, എവിടെ വേണം, എങ്ങനെ വേണം എന്നുള്ളത്. പക്ഷേ ജനറൽ ആയിട്ടുള്ള കേസസിലൊക്കെ നമ്മൾ ഇതൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. log to the base 2, log to the base 10, നാച്ചുറൽ ലോഗർ, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത്. റെയറായിട്ട് വേറെ ഏതെങ്കിലും കേസ് വരാറുള്ളൂ. പൈ നമുക്ക് ഓൾറെഡി അറിയാം. പൈയുടെ വാല്യൂ ഇൻ കേസ് എവിടെയെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് യൂസ് ഇറ്റ്, റൈറ്റ്? അത് നമുക്ക് ഡയറക്റ്റ്ലി കിട്ടും. പിന്നെ ഈയുടെ വാല്യൂ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇൻ കേസ് ഇഫ് യു വോണ്ട് ടു യൂസ് ഇറ്റ് യു ക്യാൻ യൂസ് ഇറ്റ്, റൈറ്റ്? ഇതെല്ലാം നമ്മുടെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസിൽ പല രീതിയിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നത്, റൈറ്റ്? സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കുറേയൊക്കെ കവർ ചെയ്ത്, കുറേ ഭാഗങ്ങളൊക്കെ കവർ ചെയ്ത്, ബാക്കിയുള്ളതും കൂടെ നമുക്ക് പെട്ടെന്ന് നോക്കാം. നെക്സ്റ്റ് നമ്മൾ ഫാക്ടോറിയൽ നോക്കാം. ഫാക്ടോറിയൽ ഈ ബട്ടൺ ആണ്. സോ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ ഐ എം ടേക്കിംഗ് എക്സാമ്പിൾ ഓഫ് 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ എനിക്ക് വേണ്ട. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആദ്യം 3 നെക്കും പിന്നെ ഫാക്ടോറിയൽ വിച്ച് ഇസ് ബേസിക്കലി 6. അറിയാമല്ലോ, 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 6 ആണ് വാല്യൂ. യു ക്യാൻ ഈസിലി ഗെറ്റ് ഇറ്റ്. ഇനി e⁻², വരുന്ന കേസിൽ നമുക്കിവിടെ e⁻x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ അവിടെ എന്ത് ചെയ്യും, e⁻² വേണ്ടെങ്കിൽ ഞാൻ 2 ഞെക്കിയിട്ട് പിന്നെ e⁻x ഞെക്കും. യു വിൽ ഗെറ്റ് 7.83 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. 7.38, 83 അല്ല 38, റൈറ്റ്? ഇനി ട്രിഗ്നോമെട്രി ഫംഗ്ഷനിലേക്ക് വരികയാണ്. sin 30 ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നേ അല്ലേ? 30 കൊടുക്കുക, പിന്നെന്ത് ചെയ്യും, സൈൻ വിച്ച് ഇസ് ബേസിക്കലി sin 30 എന്ന് പറയുന്നത് 1/2 ആണ്. 1/2 എന്ന് പറയുന്നത് 0.5 ആണ്. എവറിത്തിങ് ഇസ് വെൽ ആൻഡ് ഗുഡ്. ഇനി ചില കേസിൽ നമ്മൾ കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് വരുമ്പോൾ sin π/2 എന്നൊക്കെ കാണും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, sin π/2 കൊടുക്കും. അപ്പം ആദ്യം എന്താ കൊടുക്കേണ്ടത്, π/2 ആദ്യം കൊടുത്തിട്ട് വേണം പിന്നെ സൈൻ ക്ലിക്ക് ചെയ്യാൻ. അപ്പം π /2 അല്ലേ, π/2. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം ചോദിക്കട്ടെ, sin π/2 എന്താ സംഭവം? ആൻസർ എത്ര? 1 അല്ലേ? sin π/2 എന്ന് പറയുന്നത് 1 ആണ്. sin 90 എന്ന് പറയുന്നത് 1 ആണ്. sin π/2 എന്ന് പറയുന്നത് 1 ആണ്. അത് നമുക്കറിയാവുന്ന കാര്യമോ? sin π/2 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഞാനിവിടെ എന്താ ചെയ്ത്
π/2 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് 3.14 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞ് വരും 1.5 അപ്രോക്സിമേറ്റ്ലി 1.57 എന്ന് പറയുന്ന വാല്യൂ ആണ് വരുന്നത്. ഇതിനെ എന്ത് ചെയ്യണം? സൈൻ കൊടുക്കുക. ആൻസർ എത്ര വരുന്നത്? 0.0274. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണോ? കറക്റ്റ് ആണെങ്കിൽ ഗേറ്റിൽ 1 മാർക്കോ 2 മാർക്കോ പോയി കിട്ടും. ഓക്കെ, സോ ഇവിടെ എന്താ ആൻസർ വരേണ്ടത്? ഞാൻ പറഞ്ഞ പോലെ സൈൻ π/2 എന്ന് പറയുന്നത് 1 ആണ് വരേണ്ടത്. പക്ഷേ എന്തായിരുന്നു സംഭവിച്ചത്? ദ ആംഗിൾ ദാറ്റ് യു മെഷർ ഇസ് ഇൻ റേഡിയൻസിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്ത് വേണം? നിങ്ങൾ റേഡിയൻ മോഡിൽ കൊടുക്കാൻ മറക്കരുത്. ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇതാണ് പലപ്പോഴും തെറ്റുന്നത്. കാരണം നമ്മുടെ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിലെല്ലാം ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൽ കാൽക്കുലേഷൻ എവിടെയെങ്കിലും വരുമ്പോൾ കഷ്ടകാലത്തിന് ചിലപ്പം അവർ മനഃപൂർവ്വം ക്വസ്റ്റ്യൻസ് ഇടുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഏതെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ റേഡിയനിലുള്ള വാല്യൂസ് ഒക്കെ കാണും. അങ്ങനെയാണെങ്കിൽ റേഡിയനുള്ള വാല്യൂസ് ഉണ്ടെങ്കിൽ റേഡിയൻ മോഡിൽ ഇട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്ലീസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. സോ ഇവിടെ നമ്മൾ അതൊന്നും കൂടെ ചെയ്യാം. ഒന്നുകൂടെ ചെയ്ത് കറക്റ്റായി വരുന്നോ നോക്കാം. സോ നേരത്തെ പറഞ്ഞ പോലെ π ഡിവൈഡ് ബൈ 2 π/2 ആൻസർ കിട്ടി. ഓക്കെ ഫൈൻ, ഞാനത് കിട്ടി, എനിക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? സൈൻ കൊടുക്കുക. 1 വരും. നേരത്തെ എത്ര ആയിരുന്നു വന്നത്? 0. ആ ഒരു വാല്യൂ വന്നത്. അത് തെറ്റായിരുന്നു. ഇപ്പോൾ കറക്റ്റായിട്ട് വന്നില്ലേ? അതെന്താ കാര്യം? സൈൻ R എന്ന് പറഞ്ഞ് വരും. നിങ്ങളത് ശ്രദ്ധിച്ചോ? അത് സൈൻ R എന്ന് പറഞ്ഞാൽ വരുന്നത്. ഡിഗ്രിയിലാണെങ്കിൽ സൈൻ D എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ സൈൻ R കൊടുത്ത് ഇത് കറക്റ്റായിട്ട് കൊടുത്താൽ ആൻസർ കറക്റ്റ് 1 ആയിട്ട് വരും. സോ ദിസ് ഇസ് ഓൾസോ 1 എന്ന് പറയുന്ന ആൻസറാണ് വരുന്നത്. ഈ ഒരു തെറ്റ് വരാൻ സാധ്യതയുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ആ തെറ്റ് വരുന്നതെന്നുള്ളത്. ഇത് കൊസൈനും ടാനിലും എല്ലാം ആപ്ലിക്കബിൾ ആണ്. ഡിഗ്രി വരുമ്പോൾ ശ്രദ്ധിക്കുക, ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് വരുമ്പോൾ ശ്രദ്ധിക്കുക. അത് ഡിഗ്രിയിലാണോ അതോ റേഡിയനിലാണോ ആംഗിളിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നിങ്ങൾ ആ ആവേശത്തിൽ കയറി പെട്ടെന്ന് ചെയ്യരുത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കാം ചിലപ്പോൾ. നിങ്ങളത് കറക്റ്റായിട്ട് ഡിഗ്രിയും റേഡിയനും ഇട്ടില്ല എന്ന് പറഞ്ഞ് 1-2 മാർക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്ലീസ് റിമെമ്പർ ടു ടേക്ക് എ പോസ് ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇനി 2�3 എനിക്ക് വേണം. 2�3 ക്യൂബിക് ആണ് വേണ്ടത്. അപ്പം ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഈ ഒരു സാധനം ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും? 2 ഞെക്കിയിട്ട് ഇയാളെ എങ്ങോട്ട് വെക്കും? ആൻസർ എത്ര വരുന്നത്? 8. സിമ്പിൾ. അത് ഏത് വാല്യൂ ആണെങ്കിലും കൊടുക്കാവേ. എനിക്കിപ്പം 45ൻ്റെ ക്യൂബിക് വേണമെങ്കിൽ ആൻസർ കിട്ടി. സംഭവം സിമ്പിളാണ്. ഇനി 3�2 വേണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്തോ ചെയ്യും? 3⁻². അങ്ങനെയാണെങ്കിൽ സിമ്പിൾ, ഇവിടെ ഉണ്ട് ബട്ടൺ, ഞെക്കുക, ആൻസർ കിട്ടും. അത്രയേ ഉള്ളൂ. ഇനി ഏതെങ്കിലും ഒക്കെ ഉള്ള കേസിൽ, ദാറ്റ് ഈസ് x⁻y, നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പവർ എന്ന് പറയുന്നത് y എന്ന് പറയുന്നത് ഏതെങ്കിലും ആവാം, ചിലപ്പോൾ 9 ആവാം, 10 ആവാം. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സ് ആദ്യം കൊടുക്കുക. എക്സ് എന്ന് പറയുന്നത്, അപ്പോൾ സപ്പോസ് എനിക്ക് 10⁻5 വേണമെന്നിരിക്കട്ടെ. 10⁻5 അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യും? 10 ക്ലിക്ക് ചെയ്യും, എന്നിട്ട് ഈ ഇവിടെ ഞെക്കും, എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് 5 ഇല്ലേ ഞാൻ പറഞ്ഞത്, 10⁻5 ആണ്. അപ്പോൾ എനിക്ക് ആൻസർ കിട്ടും. സോ ഐ ഹോപ്പ് യു ഗോട്ട് ദ പോയിന്റ്. എങ്ങനെ അത് പ്രോപ്പറായിട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഐഡിയ കിട്ടുന്ന വരും. ഇനി സ്ക്വയർ റൂട്ടിൻ്റെ കേസിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം സപ്പോസ് ലെറ്റ് മീ തിങ്ക് ലൈക്ക് 8ൻ്റെ ക്യൂബ് റൂട്ട് വേണമെന്നിരിക്കട്ടെ. ക്യൂബ് റൂട്ട് സിമ്പിളാണേ, 2 ആൻസർ അറിയാവുന്ന കാര്യമാണ്, സിമ്പിളാണ്. അതുപോലെ ഇതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഏത് വേണമെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. ആദ്യം എക്സിൻ്റെ വാല്യൂ കൊടുക്കാം, പിന്നെ ഈ ബട്ടൺ നിൽക്കാം, പിന്നെ വൈൻ്റെ വാല്യൂ കൊടുക്കാം. ആ രീതിയിൽ ആ പ്രൊസീജിയർ പോകുന്നത്. ഓക്കെ, ആദ്യം എക്സിൻ്റെ വാല്യൂ, പിന്നെ എന്ത് പരിപാടിയാണ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വൈ നിൽക്കുക, വൈ ആൻസർ വാല്യൂ കൊടുക്കുക. ഓക്കെ, പിന്നെ മോഡുലസ് അറിയാലോ. ഇപ്പം -12 അതിൻ്റെ മോഡുലസ് എടുത്താൽ 12 എന്ന് പറയുന്നത് കിട്ടും, അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഫംഗ്ഷൻസ്. ഈ ഓവറോൾ നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഫംഗ്ഷനാണ് വരുന്നതെന്ന്. ഈ ഭാഗവും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഇപ്പം എനിക്ക് ഈ 12 എന്ന് പറയുന്ന വാല്യൂ ഞാൻ ഒരു വലിയ കാൽക്കുലേഷൻ ചെയ്തിട്ട് ഒരു ആൻസർ കിട്ടി. ആ ആൻസറിന് എനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ നിൽക്കും. അപ്പോഴത്തേക്ക് ഈ ഒരു മോഡിലേക്ക് ഈ ഒരു M എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഇവിടെ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഞാൻ 12 ഇപ്പോൾ സേവ് ചെയ്തേക്കുക. ഇൻ കേസ് എനിക്കൊരു ആവശ്യം വന്നു, ദാറ്റ് ഈസ് ഇപ്പം 15+2+ എനിക്ക് ആ വാല്യൂ വേണം, നേരത്തെ എനിക്ക് കിട്ടിയ വാല്യൂ. അത് ഞാൻ ഇപ്പോൾ മറന്നു പോയെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ അത് ഞെക്കിയാൽ മതി, അപ്പോഴത്തേക്ക് ആ വാല്യൂ വരും, എന്നിട്ട് കൊടുത്താൽ ആൻസറിലേക്ക് എത്തും. അപ്പോൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ വാല്യൂ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം ചിലപ്പോൾ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ സ്റ്റോർ ചെയ്യുക, റീഡ് ചെയ്യുക, പിന്നെ ഇത് ക്ലിയർ ചെയ്യാനും മറക്കരുത്. ചിലപ്പോൾ ഇൻ കേസ് ആ മോഡിൽ എങ്ങനെ കിടന്നാൽ ചിലപ്പോൾ അത് തെറ്റ് ആൻസേഴ്സൊക്കെ അറിയാണ്ടൊക്കെ വന്നെന്നിരിക്കുക. അതുകൊണ്ട് ആവശ്യം കഴിഞ്ഞാൽ പിന്നെ അത് ക്ലിയർ ചെയ്യുക. യു വിൽ ഗെറ്റ്
യു ക്യാൻ ഗോ ബാക്ക് ആൻഡ് ഡു ദ റിമൈനിങ് തിങ്സ്. ഇനി നമ്മൾ കുറച്ചും കൂടെ ഒക്കെ കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകും, എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സോ ആദ്യം നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കണം. ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നൊക്കെ സബ്ജക്ട്സ് ഹാൻഡിൽ ചെയ്യുന്നവർ അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർ, പഠിച്ചിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫോർമുല ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. അതുകൊണ്ട് ഈ ഒരു ഫോർമുല വെച്ച് നമുക്ക് എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുന്നത്, എല്ലിൻ്റെ വാല്യൂയും സിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്, കപ്പാസിറ്റർ ഇൻഡക്ടൻസിൻ്റെയൊക്കെ വാല്യൂ കൊടുത്തിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് എത്തണം. അതാണ് നമ്മുടെ ജോലി. സോ ഇത് പല രീതിയിൽ ചെയ്യാം. ചിലരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഓവറോൾ എക്സ്പ്രഷനെ അതേപോലെ എടുത്ത് അങ്ങോട്ടേക്ക് ഇട്ട് ചെയ്യുന്നവരുണ്ട്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിനോമിനേറ്റർ മാത്രം കണ്ടുപിടിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും, ഈ ബട്ടൺ അങ്ങോട്ട് എത്തും 1/, അതുപോലെ അങ്ങനെ ആയാലും മതി. പിന്നെ ചിലർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കൂട്ടത്തിൽ ഈ ഒരു എക്സ്പ്രഷനാണ് കുറച്ച് തലവേദനയായിട്ടുള്ളത്. അപ്പോൾ അതിനെ ആദ്യം കണ്ടുപിടിച്ച് അതിനെ സേവ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ 2 സേവ്ഡ് വാല്യൂ പിന്നെ ആ മറ്റേ ബട്ടൺ ഞെക്കി ചെയ്യുന്ന പല രീതിയിൽ ചെയ്യാം. നിങ്ങളിഷ്ടമാണ് അതെങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് ആദ്യം ഡിനോമിനേറ്ററിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ നോക്കാം. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഫൈനലി ആ മൂലയ്ക്കുള്ള ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് ഫൈനലി ആൻസറിലേക്ക് എത്താം. ലെറ്റ്സ് സീ ഹൗ ദാറ്റ് ഗോസ്. സോ ആദ്യം എനിക്ക് 2 × π, വളരെ സിമ്പിളാണ്. 2 × π ഡോട്ട് മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലാണ് L/C. സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലാണ് L/C. നമ്മൾ സാധാരണ ചെയ്ത് എന്താണ്, നമുക്ക് ഈ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ആദ്യം കൊടുത്തിട്ടാണ് നമ്മൾ സ്ക്വയർ റൂട്ട് കൊടുക്കുന്നത്. ആണോ അല്ലയോ? നമ്മൾ നേരത്തെ അങ്ങനെ ചെയ്തത്. ആദ്യം അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ കൊടുത്തിട്ടാണ് സ്ക്വയർ റൂട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെയ്യും, ഇത് ഫുൾ ഒരു യൂണിറ്റാണ്. അത് ഫുൾ ഒരു യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് വേണം, ആ യൂണിറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബ്രാക്കറ്റ് ഇടുക, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്താ പറ്റും, നിങ്ങൾ ഫൈനലി റൂട്ട് ഞെക്കുമ്പോഴത്തേക്ക് ആ അവസാനം കണ്ട വാല്യൂവിനായിരിക്കും അതിപ്പം 50 × 10⁻³ × 0.1 × 10⁻6 സ്ക്വയർ റൂട്ട് കൊടുത്തെന്നിരിക്കട്ടെ, 10⁻6 സ്ക്വയർ റൂട്ട് വരുന്നത്. കാരണം അയാളെ സംബന്ധിച്ചോളം ഈ കാൽക്കുലേറ്റർ കാണുന്നത് തൊട്ട് മുൻപ് നിങ്ങൾ എന്ത് വാല്യൂ കൊടുത്താൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കാനാണ് പറയുന്നത്. തൊട്ട് മുമ്പ് നിങ്ങൾ എൻ്റർ ചെയ്തത് ഈ വാല്യൂ ആണെങ്കിൽ ഇതിൻ്റെ മാത്രം സ്ക്വയർ റൂട്ട് ആയിരിക്കും എടുക്കുന്നത്. എനിക്ക് ഈ ഓവറോൾ യൂണിറ്റിൻ്റെ സ്ക്വയർ റൂട്ടാണ് വേണ്ടത്. സോ ഐ പുട്ട് ബ്രാക്കറ്റ്സിന് യൂസ് ചെയ്യും. സോ ഇവിടെയാണ് ഈ ബ്രാക്കറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇനി എന്താ ചെയ്യേണ്ടത്, 50 × 10⁻³ ആണ് എനിക്ക് വേണ്ടത്. 10⁻³ mH എന്ന് പറയുന്നത് മില്ലി ഹെൻറി ആണ്. 10⁻³ വേണ്ടത്. എന്തോ ചെയ്യും, 10⁻³ വേണം. അപ്പം 10⁻³ ഈ ബട്ടണെ ഞെക്കണ്ടേന്ന് എനിക്കറിയാം. അപ്പം എക്സ് ആദ്യം കൊടുക്കണം. എക്സ് ആദ്യം കൊടുത്തിട്ട് വേണം അത് ഞെക്കാൻ. അപ്പം 3 ഞാൻ ഞെക്കുന്നു, കറക്റ്റ് ആവണേ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. 3 ഞാൻ ഞെക്കി -3 കൊടുത്തു. എന്നിട്ട് ഞാനിത് ക്ലിക്ക് ചെയ്യും. അപ്പോഴത്തേക്ക് എന്താ പറ്റും, 10⁻³ ആൻസറാണ് ഇവിടെ കാണുന്നത്. 10⁻³ എന്ന് പറയുന്നത് 0.001. കറക്റ്റാണ്, പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടത് 0.1 × 10⁻6 വേണം. മൈക്രോ ഫാരഡ്. മൈക്രോ എന്ന് പറയുന്നത് 10⁻6. സോ ഇനി എന്ത് ചെയ്യും, ഇനിയും ഒരു മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ കൊടുക്കുക. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ കൊടുത്തു. ഇനി ഞാൻ 0.1 കൊടുക്കണം അല്ലേ, 0.1. ഓക്കെ, 0.1 × 10⁻6. അതെങ്ങനെ കൊടുക്കും, ഇൻറ്റു 10⁻6 വരണം. 10⁻6 വരണമെങ്കിൽ ആദ്യം ഞാൻ 6 കൊടുക്കുന്നു, എന്നിട്ട് അതിനെ മൈനസ് ആക്കുന്നു, എന്നിട്ട് ഞാൻ ഇയാളെ കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് ഓക്കെ 10⁻6ൻ്റെ വാല്യൂ ആണ് ഇവിടെ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ എന്ന് പറഞ്ഞ് ഇത് എഴുതി വെക്കരുത്, കാരണം പരിപാടി കഴിഞ്ഞിട്ടില്ല. നമ്മളിനി എന്ത് വേണം, ആ ബ്രാക്കറ്റിനെ ആദ്യം ക്ലോസ് ചെയ്യണം. ബ്രാക്കറ്റിനെ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, ഈ കാണുന്ന വാല്യൂ എന്ന് പറയുന്നത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള വാല്യൂ. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തൊരു ബ്രാക്കറ്റ് ഉണ്ടല്ലോ, ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള വാല്യൂ ആണ് ഈ പറയുന്ന വാല്യൂ. ഓക്കെ, ഈ പറയുന്ന വാല്യൂവിലാണ് നമുക്ക് സ്ക്വയർ റൂട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ആണോ അല്ലയോ? ആണ്. ആ പറയുന്ന വാല്യൂവിലാണ് നമുക്ക് സ്ക്വയർ റൂട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ സ്ക്വയർ റൂട്ട് അപ്ലൈ ചെയ്യും. സ്ക്വയർ റൂട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ കിട്ടും. ഈ ആൻസർ കിട്ടിയേക്കുന്നത് 2 × π × ഇതിൻ്റെ ആൻസർ ആണോ കിട്ടിയേക്കുന്നത്, അതോ ഇത്രയും ഭാഗത്തിൻ്റെ ആൻസർ മാത്രമാണോ കിട്ടിയേക്കുന്നത്? ഇതൊക്കെയാണ് മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. ഓക്കെ, നമുക്ക് കിട്ടിയേക്കുന്ന ഇത്രയും ഭാഗത്തിൻ്റെ മാത്രമാണ്. ഇനി നമ്മൾ ഈക്വൽ ടു അടിച്ചാൽ മാത്രമേ ഫുൾ ആൻസർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഈക്വൽ ടു അടിക്കണം. ഈക്വൽ ടു അടിക്കുമ്പോൾ എനിക്ക് ഈ ഒരു ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇത് ഡിനോമിനേറ്റർ ആണ് ഇപ്പം കിട്ടിയേക്കുന്നത്. ഇനി എന്ത് വേണം, 1/, എന്ന് പറയുന്ന അത് ഞെക്കുക. 2250 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി പറയാറുള്ളത് 2.25 kHz എന്ന് പറയും. റൈറ്റ്, ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. റൈറ്റ്,
ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് സിമ്പിൾ ഒരു പ്രോബ്ലം ആണില്ലേ. നമ്മൾ എന്താ പറയുക, നമ്മുടെ ഫിസിക്കൽ കാൽക്കുലേറ്റർ ചെയ്യുകയാണ് എങ്കിൽ വളരെ സിമ്പിളായിട്ടൊരു പ്രോബ്ലം ആണ്. പക്ഷേ നമ്മൾ ഈ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ, സയൻറ്റിഫിക് ഓൺലൈൻ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ പല രീതിയിൽ മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട്. അതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്തിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. റൈറ്റ്, ഇനി നമ്മൾ വേറെ 2-3 എക്സാമ്പിൾ നോക്കാം, സോ ദാറ്റ് യു വിൽ ഗെറ്റ് എ ക്ലിയർ ഐഡിയ. സോ ഇനി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം, ഈ ഒരു എക്സ്പ്രഷൻ സോൾവ് ചെയ്യുന്നതിൻ്റെ കാര്യം നോക്കാം. സോ ഇതും നമുക്ക് കാണാൻ പറ്റും, v = v0 × e⁻t എക്സ്പോണൻറ്റ് വരുന്നുണ്ട്, -t t/r/c. റൈറ്റ്, കാണുമ്പോൾ വളരെ സിമ്പിളാണ്. കാൽക്കുലേറ്ററിൽ 5 സെക്കൻഡോ 4 സെക്കൻഡോ കൊണ്ട് സോൾവ് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്, v0യുടെ വാല്യൂ തന്നിട്ടുണ്ട്, r-ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, c-യുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ t = 0.2 സെക്കൻഡ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ വാല്യൂസൊക്കെ ഓരോന്ന് കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് പോകാം. അതല്ലെങ്കിൽ ഒരറ്റത്തു നിന്ന് തുടങ്ങി കോൺകർ ചെയ്ത് പോകാം. എനിക്കിഷ്ടമുള്ള രീതി എന്ന് വെച്ചാൽ, ഞാനാണെങ്കിൽ ഏറ്റവും ഒന്നുകിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എക്സ്പോണൻ്റ് ഏതാണോ അതിൽ നിന്നിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരും. അതാണ് എൻ്റെ ഒരു രീതി. അപ്പം ആദ്യം ഞാനാണെങ്കിൽ ഈ t/rc എന്ന് പറയുന്ന വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. t/rc, റൈറ്റ്, അത് ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളത് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഓക്കെ, t/rc ഓക്കെ, t/rc-നെ ഞാൻ ചെയ്യാൻ പോവുകയാണ്. സോ 0.2 / r/c ആണ്. സോ 0.2, ഓക്കെ 0.2. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ എഴുതുമ്പോൾ എന്തെങ്കിലും തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബട്ടൺ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, 0.2 ഡിവൈഡ് ബൈ ഇവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ t/, നിങ്ങൾ ചുമ്മാ r/c എന്ന് ഇപ്പോൾ എഴുതിയെന്നിരിക്കട്ടെ. ഞാനിപ്പം പറയുന്നു, ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ സപ്പോസ് r-ൻ്റെ വാല്യൂ 1 ആണെന്നിരിക്കട്ടെ, r-ൻ്റെ വാല്യൂ 1-ഉം c-യുടെ വാല്യൂ 2 ആണെന്നിരിക്കട്ടെ. എക്സാമ്പിളാണേ, r-ൻ്റെ വാല്യൂ 2, ഇതും വാല്യൂ ഇതെങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് തെറ്റായിരിക്കും. കാരണം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന 0.2 / 1 × 2 എന്ന് പറയുന്ന കാര്യമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ എക്സ്പ്രഷനിൽ എങ്ങനെയാണ് വരുന്നത്, 0.2 നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് വാല്യൂ മാത്രമായിരിക്കും, പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്യപ്പെടുന്നത് ഈ വാല്യൂ ആയിട്ടായിരിക്കും. അപ്പം ഈ 2 ആൻസർ ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെയും നമുക്ക് ഈ പറഞ്ഞ പോലെ ബ്രാക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രാക്കറ്റ് ഇട്ട് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്, 0.2, ഓക്കെ 0.2 ഡിവൈഡ് ബൈ ആണ് വേണ്ടത്. ഓക്കെ, ഡിവൈഡ് ബൈ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം ഇതിനെ ഒരു യൂണിറ്റ് ആയിട്ടാണ് വരേണ്ടത്. t/, ഒരു യൂണിറ്റ്. ഓക്കെ, അപ്പോൾ r/c, r എന്ന് പറയുന്നത് 2 × 10⁻³ ആണ് വരേണ്ടത് അല്ലേ. 2 × 10⁻³. അപ്പം 2 എന്ത് ചെയ്യും, 2 × 10⁻³ ആണ്. അപ്പോൾ 3 അല്ലേ. ഓക്കെ, 2 × 10⁻³ വെൽ ആൻഡ് ഗുഡ്, ഫൈൻ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ മൾട്ടിപ്ലൈ ചെയ്യണം, c-നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 100 × എന്താ വരേണ്ടത്, നമുക്ക് -6 വരണം, -6 വരണം അല്ലേ, -6 വരണം. അപ്പോൾ ആദ്യം 6 ആക്കി -6 ആക്കി, എന്നിട്ട് എന്ത് ചെയ്യും, 10⁻⁻6 അല്ലേ വേണ്ടത്. അപ്പോൾ അത് ഞെക്കുക. അപ്പോഴത്തേക്ക് 10⁻⁻6ൻ്റെ വാല്യൂ ആണ് വന്നേക്കുന്നത്. ഇനി എന്ത് ചെയ്യും, ഇനി നമ്മൾ ആ ബ്രാക്കറ്റ് അങ്ങ് ക്ലോസ് ചെയ്ത് നോക്കാം. ഓക്കെ, ബ്രാക്കറ്റ് ഞാൻ ക്ലോസ് ചെയ്യാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്കിപ്പം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തപ്പം കിട്ടിയ ആൻസർ എന്തോ, എനിക്ക് ഈ ഭാഗമാണ് കിട്ടിയേക്കുന്നത്, ഇത്രയും മാത്രമാണ് കിട്ടിയേക്കുന്നത്. ഇതാണ് തെറ്റുന്നത്. നമ്മൾ പെട്ടെന്ന് ആവേശത്തിൽ ഓക്കെ എനിക്ക് ആൻസർ കിട്ടി 0.2. അത് ഏതിൻ്റെ ആൻസർ ഇപ്പം കിട്ടിയിരിക്കുന്നത്, ഈ ബ്രാക്കറ്റ് നമ്മൾ ഇട്ടേക്കുന്നതിൻ്റെ ആൻസറാണ് വന്നിരിക്കുന്നത്, ബ്രാക്കറ്റിൻ്റെ ഭാഗം. അപ്പോൾ ഇനി ഫൈനൽ ആൻസർ കിട്ടണമെങ്കിൽ ഈക്വൽ ടു നെക്കണം, അതെന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് t/rc കിട്ടിയിട്ടുണ്ട്. t/rc എന്ന് പറയുന്നത് 1 ആണ്. നമുക്ക് വേണ്ടത് e⁻1 ആണ്. പ്ലീസ് റിമെമ്പർ ദാറ്റ്, e⁻1 ആണ്. അതുകൊണ്ട് എന്താ വേണം, ഇപ്പം എനിക്ക് കിട്ടിയ ആൻസർ ഉണ്ടല്ലോ, അത് ഞാൻ സപ്പോസ് അത് 1 എടുത്തെന്നിരിക്കട്ടെ, 1 ആണെങ്കിൽ -1 ആക്കിയിട്ട് വേണം ഈ പറഞ്ഞ പോലെ ഇത് ഞെക്കാൻ. അപ്പോഴത്തേക്ക് എന്ത് കിട്ടും, 0.3678 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അതെന്ന് പറയുന്നത് എത്ര വരുന്നുണ്ട്, എത്ര ഭാഗമാണ് വരുന്നത്, വിച്ച് പോർഷൻ ഇസ് കവേർഡ്, ഇത്രയും ഭാഗം കവറായി കഴിഞ്ഞു, ഇത്രയും ഭാഗം കവറായി. ഇനി ഇത് ഇൻറ്റു v0 കൊണ്ട് മൾട്ടിപ്ലൈ. v0 എന്ന് പറയുന്നത് 10 ആണ്, അതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി 3.67 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും വരുന്നത്. 3.67 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും വരുന്നത്. സോ ഇത് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനായിട്ട് വരുന്ന കേസിൽ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമ്മൾ മൂന്നാമത്തേലേക്ക് പോകാം. മൂന്നാമത്തേൽ കോസ് ഓഫ് tan ഇൻവേഴ്സ് ഓഫ് x/r എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണുള്ളത്. അപ്പോൾ ഇവിടെ x/r-ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, എക്സിൻ്റെയും r-ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആദ്യം തന്നെ അത് കണ്ടുപിടിക്കാം. x/r-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര, 60 / 80 വരും. 60 / 80 ആൻസർ 0.74. അതിൻ്റെ എന്ത് വേണം, tan ഇൻവേഴ്സ് എടുക്കണം. സോ tan ഇൻവേഴ്സ് നിൽക്കുക, എന്നിട്ട് എന്ത് വേണം, പിന്നെ കോസ്
കോസ് കൊടുക്കുക അല്ലേ, എന്നിട്ട് കോസ് കൊടുക്കുക, ആൻസറായി അല്ലേ. ഇതും കൂടെ ചെയ്ത് നമുക്ക് നോക്കാം. സോ ലോഗ് ടു ദ ബേസ് 10 ആണ്. 10/1 എന്ന് പറയുന്നതാണ്. 10/1 എന്ന് പറയുന്നത് 10 ആണല്ലോ അല്ലേ. അപ്പോൾ 10/1 അതുപോലെ അങ്ങ് എഴുതിയേക്കാം. 10/1 ഓക്കെ. 10/1 എന്തോ 1 തന്നെ. സോറി 10/1 എന്ന് പറയുന്നത് 10 തന്നെ. അപ്പോൾ ലോഗ് ടു ദ ബേസ് 10 ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ലോഗ് ടു ദ ബേസ് 10 അല്ലേ. അപ്പം ഇത്രയും ഭാഗം കിട്ടി. ഇനി ഇൻറ്റു 20 ചെയ്യുക. ഇൻറ്റു 20 which is basically the answer is 20. ആൻസർ 20 dB എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു ഡു ഇറ്റ്. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരുന്നു. ഇതൊക്കെ ചെയ്ത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നത് എങ്ങനെയാണ് ഈ എക്സ്പ്രഷൻസ് ഒക്കെ ഫ്രെയിം ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് അവിടെ കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടൊരു എക്സ്പ്രഷനിലേക്ക് പോവുകയാണ്. ഇത് സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യും? സോ ലെറ്റ്സ് ഡു ഇറ്റ്. എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. സോ 5 + 3√2 3 × √2 the whole cube divided by നാച്ചുറൽ ലോഗരിതം 7 e⁻² എന്ന് പറയുന്ന എക്സ്പ്രഷനാണ്. ഇത് ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ ന്യൂമറേറ്റർ മാത്രം ആദ്യം ചെയ്ത് പിന്നെ അതിനെ ഡിനോമിനേറ്റർ കൊണ്ട് ചെയ്യുമോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, അതെങ്ങനെ വേണമെന്നുള്ളത്. ഞാനിപ്പോൾ സപ്പോസ് ഡിനോമിനേറ്റർ മാത്രം ആദ്യം എടുക്കുന്നതെന്ന് ഇരിക്കട്ടെ. ഡിനോമിനേറ്റർ മാത്രം എടുക്കുകയാണെങ്കിൽ നാച്ചുറൽ ലോഗരിതം 7 e⁻² എന്ന് പറയുന്ന എക്സ്പ്രഷനാണ് ഉള്ളത്. അപ്പം അത് ആദ്യം ഞാൻ ചെയ്യാൻ പോവാണ്. സോ 7 ln അല്ലേ, 7 ln എന്ന് പറയുന്നത് ഇത്രയും ഭാഗം ആൻസർ കിട്ടി. ഇനി അതിന് എന്താ വേണം? ഇൻറ്റു e⁻² ആണ് വരേണ്ടത്. e⁻². അപ്പം ഞാൻ എന്ത് വേണം? 2 ആദ്യം കൊടുക്കുക, എന്നിട്ട് e⁻². ആ കിട്ടിയേക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 7.38. അത് ഇതിൻ്റെ മാത്രമാണ്. രണ്ടും കൂടെ ചേരുമ്പോൾ എത്ര വരുന്ന? രണ്ടും കൂടെ ചേരുമ്പോൾ 14.378 എന്ന് പറയുന്ന വാല്യൂ ആണ് വരുന്നത്. റൈറ്റ്. ഇനി എന്ത് ചെയ്യും? ഞാൻ തൽക്കാലത്തേക്ക് ഇതിനെ സേവ് ചെയ്യണേ. ഞാൻ ഇതിനെ സേവ് ചെയ്യാണ്. ഓക്കെ, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ പോലെ മേളത്തെ എക്സ്പ്രഷൻ സോൾവ് ചെയ്യണം. അവിടെ എന്ത് ചെയ്യും? അപ്പോൾ 5 + 3√2 എന്ന് പറയുന്നതാണ് അല്ലേ. അപ്പം 5 + 3 × √2 ചെയ്യണം. √2 ചെയ്യണമെങ്കിൽ 2 ഞെക്കിയിട്ട് പിന്നെ √2 ഓക്കെ. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് അല്ലേ. അതപ്പം ഈക്വൽ ടു കൊടുക്കണേ. ഈക്വൽ ടു കൊടുത്തില്ലെങ്കിൽ ഈ √2 കൊണ്ട് ആൻസർ മാത്രമേ ഇത് വന്നേക്കുന്നത്. ഈക്വൽ ടു കൊടുത്തു. ഇനി എന്താ വേണ്ടത്? അതിൻ്റെ ക്യൂബ് എടുക്കണം. അപ്പം ക്യൂബ് വയ്ക്കുക. അപ്പോൾ 789.56 എന്ന് പറയുന്ന ആൻസറാണ് വന്നിരിക്കുന്നത് അല്ലേ. അതിനെ എന്ത് വേണം? ആ കിട്ടിയേക്കുന്ന ആൻസറിനെ ഡിവൈഡ് ചെയ്യണം. എന്തുകൊണ്ട്? നമ്മൾ സേവ് ചെയ്ത വാല്യൂ എന്ന് പറയുന്ന 14 ഇതാണ്. സോ ഫൈനലി നമുക്ക് 54.91 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും വരും, വിച്ച് ഇസ് ആക്ച്വലി കറക്റ്റ്. 54.91. നിങ്ങൾക്ക് ആ ഒരു പാത്ത് ആൻഡ് പ്രോഗ്രഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കാൽക്കുലേറ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു ഒരു ഫ്ലോ ഉണ്ട് ഇതിന്. ആ ഫ്ലോ കിട്ടിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. പിന്നെ വേറെ എക്സാമ്പിൾ കൂടെ ഞാൻ കൺസിഡർ ചെയ്യാണ്. ഇപ്പോൾ sin 35 ഇൻറ്റു cos 20, sin 25 into cos 20 plus cos 35 into sin 20, cos 35 into sin 20, right? sin 20. Well and good. ഓക്കെ ആണല്ലോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ അത് ചെയ്ത് നോക്കുകയാണേ. അപ്പോൾ 35 sin ഓക്കെ, അത് വന്നിട്ടുണ്ട്. ഇൻറ്റു cos 20 അല്ലേ, ഇൻറ്റു cos 20 ആണ് വരേണ്ടത്. അപ്പം 20 ഇൻറ്റു cos, ഓക്കെ, cos 20 വന്നിട്ടുണ്ട്. ഇനി പ്ലസ് ചെയ്തിട്ട് cos 35. അപ്പം 35 ആദ്യം ടൈപ്പ് ചെയ്യുന്നു. 35 cos വന്നിട്ടുണ്ട്. പിന്നെന്താണ് വരേണ്ടത്? ഇൻറ്റു 20 വരണം. അപ്പം ഇൻറ്റു 20 സൈൻ്റെ വരണം. ഓക്കെ, സൈൻ ഓക്കെ, റൈറ്റ്. സോ ഇതാണ് എക്സ്പ്രഷൻ. ആ എക്സ്പ്രഷൻ കറക്റ്റായിട്ട് വന്നിട്ടില്ലേ? ഓക്കെ, ഫൈൻ, ഡൺ. അപ്പോൾ ഈക്വൽ ടു കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു ആൻസർ വരുന്നത്. ഈ ഒരു ആൻസർ കറക്റ്റ് ആണോ? ഈ ഒരു ആൻസർ തെറ്റാണ്. കാരണം ഇത് റേഡിയനിലാണ് കിടക്കേണ്ടത്. നിങ്ങൾ കൊടുത്ത വാല്യൂ അല്ല ഇവിടെ ഡിഗ്രിയിലാണ്. π/4 π/2 അങ്ങനെയാണോ വന്നേക്കുന്നത്? അല്ല, ഇതെല്ലാം ഡിഗ്രിയിലാണ് വന്നേക്കുന്നത്, എല്ലാം ഡിഗ്രിയിലാണ്. അപ്പോൾ നിങ്ങൾ ഈ റേഡിയൻ മോഡ് ഇട്ട് ചെയ്താൽ ആൻസർ തെറ്റും. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോബ്ലം ചിലപ്പോൾ റേഡിയൻ മോഡിൽ വന്നെന്നിരിക്കാം. നിങ്ങൾ അതിവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചേക്കും. പിന്നെ ഇത് റിവേഴ്സ് ചെയ്ത് ഡിഗ്രിയിലേക്ക് ഇടാൻ നിങ്ങൾ മറക്കും. എന്നിട്ട് പിന്നെ വരുന്ന എല്ലാ പ്രോബ്ലത്തിലും എന്ത് സംഭവിക്കുമെന്നറിയോ? നിങ്ങൾ ഈ റേഡിയനിൽ വെച്ചായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ കറക്റ്റാക്കാൻ വേണ്ടി നിങ്ങൾ ഒരു 3-4 ക്വസ്റ്റ്യൻ തെറ്റിക്കുന്ന ഒരവസ്ഥ വരും. അപ്പം ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
സോ ഡിഗ്രിയിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ എന്നുള്ളത് മറക്കരുത്. ഡിഗ്രിയിൽ ഇടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 0.819 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും ചെയ്യുന്നത് കിട്ടുന്നത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, 0.819 ഡിഗ്രിയിലിട്ട് ചെയ്യാൻ മറക്കരുത്. റൈറ്റ്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ഒരു എക്സ്പ്രഷനിലേക്ക് നമുക്ക് പോകാം. e⁵ പ്ലസ് e⁻⁻6 ഡിവൈഡ് ബൈ 2. ഇതാണ് സംഭവം. സോ അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ആദ്യം e⁻⁵ നമ്മൾ ചെയ്യാം. e⁻⁵ എങ്ങനെ ചെയ്യുന്നത്? π/3 ആദ്യം ടൈപ്പ് ചെയ്യുക. സോ π/3 അല്ലേ, π/3 അത് ഈക്വൽ ടു ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. എന്നിട്ട് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കൊടുക്കുന്നത് e⁻⁵ ആയില്ലേ, e⁻ ആ ഒരു വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും? പ്ലസ് കൊടുക്കുക. ഇനി -π/6 എന്ന് പറയുന്ന ആണ് വരേണ്ടത്. -π/6 ആണ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ കൊടുക്കും. സപ്പോസ് നിങ്ങൾ -π കൊടുത്ത് /6 ഒക്കെ കൊടുത്തിട്ട് എന്നിട്ടാണ് ഈ കൊടുക്കുന്നതെങ്കിൽ എന്താ പറ്റുമെന്ന് അറിയോ? അത് ഈ 6ന് മാത്രമായിരിക്കും ഈ അപ്ലൈ ആവുന്നത്. e⁻6 എന്നുള്ള രീതിയിലായിരിക്കും ഇയാൾ കൺസീവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ എക്സ്പ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് വേണം ഈ കൊടുക്കാൻ. എന്നാൽ മാത്രമേ ഇതിനെ ഓവറോൾ ആയിട്ട് ഒരു യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ എക്സ്പോണൻ്റ് എടുക്കും. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗോട്ട് ദ പോയിന്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബ്രാക്കറ്റിൻ്റെ കാര്യങ്ങൾ. അപ്പം ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് π/6 ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പം π/6. ഓക്കെ, π/6 കൊടുക്കുകയാണേ. 6 കൊടുത്തു. അതിന് ഞാൻ മൈനസും കൂടെ കൊടുക്കുക ഇവിടെ വെച്ച് തന്നെ. ഓക്കെ, മൈനസ് കൂടെ കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണ്ടേ? ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഇനി e⁻x കൊടുക്കണം. അപ്പോഴത്തേക്ക് ഓക്കെ ആവും. അപ്പോൾ e⁻x. അപ്പോൾ എത്ര ഭാഗമാണ് വന്നത്? ഇത്രയും ഭാഗത്തിൻ്റെ മാത്രമാണ് ഇപ്പോൾ ആൻസർ കിട്ടിയേക്കുന്നത്. ഇത്രയും ഭാഗത്തിൻ്റെ മാത്രം. ഇനി അതൊന്നും കൂടെ ഈക്വൽ ടു ഞെക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കിട്ടും. ഇനി ഇതിനെ എന്തോ വേണം? ആൻസർ ആയോ? എനിക്കിപ്പോൾ ഇത്രയും മാത്രമേ ആയിട്ടുള്ളൂ. അതിനെ ഇനി /2 ചെയ്യാം. /2. ദാറ്റ്സ് സിമ്പിൾ. /2. റൈറ്റ്. സോ ഫൈനലി 1.72 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും കിട്ടുന്നത്. 1.72. റൈറ്റ്. ഇത്രയേ ഉള്ളൂ കാര്യം. പക്ഷേ ആ ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെങ്ങനെയാണ് ആൻസറിലേക്ക് വരുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇനി ഒരെണ്ണം കൂടെ ലാസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുകയാണ്. വിച്ച് ഇസ് ബേസിക്കലി sin x പ്ലസ് cos 2/3x എന്ന് പറയുന്ന രീതിയിൽ ചെയ്യുകയാണ്. അതിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ വരിക? π/2 എന്ന് പറയുന്ന വാല്യൂ ആണ്. എക്സിൻ്റെ വാല്യൂ π/2 ആണ്. അപ്പോൾ ഞാൻ എന്ത് വേണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കിട്ടുക. ഇവിടെ ഡയറക്റ്റ്ലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതെങ്കിലുമൊക്കെ എക്സ്പ്രഷൻ കിട്ടുകയാണെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് അതിനെ സിമ്പിളാക്കാൻ പറ്റുകയാണെങ്കിൽ അത് സിമ്പിളാക്കിയിട്ട് വേണം ഈ കാൽക്കുലേറ്ററിലേക്ക് ഇടാൻ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇവിടെ ആണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇതിനെ 2/3 × π/2 എന്ന് പറഞ്ഞ് എനിക്ക് എഴുതാം. അതല്ലെങ്കിൽ 2/3 × π/2 എന്ന് പറയുന്നത് എന്തുവാ? എന്ന് പറയുന്നത് π/3. അപ്പോൾ എനിക്ക് ഇവിടെ π/3 കൊടുത്താൽ മതി അല്ലേ? π/3 കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ എനിക്ക് π/2 കൊടുത്താൽ മതി. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ ഞാൻ എന്ത് വേണം? അപ്പോൾ ഞാൻ കൊടുക്കുക. അപ്പം ആദ്യം π/2 ആണ് കൊടുക്കുന്നത്. π/2. ഓക്കെ, π/2. π/2 ഫൈൻ. എന്നിട്ട് അതിനെ എന്തോ ചെയ്യും? അതിനെ ഞാൻ സൈൻ കൊടുക്കുന്നുണ്ട്. സൈൻ കൊടുത്തു. ഓക്കെ, പിന്നെ പ്ലസ് എന്ത് വേണം? π/3ൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് അതിൻ്റെ കോസ് എടുക്കണം. അപ്പം π/3ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ കോസ് എടുക്കുക. π/3യുടെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ കോസ് എടുക്കുക. റൈറ്റ്. ഓക്കെ, ഈ രീതിയിൽ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഫൈനലി നിങ്ങൾക്ക് എന്ത് കിട്ടും? തെറ്റായിട്ടുള്ള ആൻസർ കിട്ടും. റൈറ്റ്. തെറ്റായിട്ടുള്ള ആൻസർ കിട്ടാൻ കാര്യം എന്താ? ദിസ് വാസ് ഇൻ റേഡിയൻ. ഇത് റേഡിയനിലായിരുന്നു. റേഡിയനിലുള്ള സാധനത്തിൽ നിങ്ങൾ ഡിഗ്രി ഇട്ട് ചെയ്താൽ ആൻസർ തെറ്റായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് വേണം? റേഡിയനിലാക്കിയിട്ട് വേണം ആൻസർ കണ്ടുപിടിച്ച് തുടങ്ങാൻ. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. ചെയ്ത് നോക്കുമ്പോൾ എത്ര ആൻസർ വേണ്ട? നമുക്ക് സിമ്പിളായിട്ട് ഇത് കണ്ടുപിടിക്കാവുന്നല്ലേ ഉള്ളൂ. സൈൻ π/2 എന്ന് പറയുന്നത് എത്ര വരുന്നത്? 1. കോസ് π/3 എന്ന് പറയുന്നത് എത്ര വരുന്നത്? cos 60 എന്ന് പറയുന്നത് 1/2 which is basically 3/2 which is basically 1/1.5 അല്ലേ? 1.5 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും വരുന്നത്. മനസ്സിലായോ? സോ ഈ രീതിയിലാണ് ആൻസേഴ്സ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ തെറ്റുന്നത്. അതൊന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയാണ് പല തെറ്റായിട്ടുള്ള രീതികളും ഞാൻ പറഞ്ഞു തന്നത്. സോ അത് ഫോളോ ചെയ്യരുത്. നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു പ്രോഗ്രഷനിൽ പോകണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിഗ്രി ആണോ റേഡിയനിലാണോ കിടക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചേ ചെയ്യാവൂ. പിന്നെ ഓരോ സ്റ്റെപ്പിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ആൻസർ നോക്കുക. എന്തെങ്കിലും ഒരു ബ്ലണ്ടറായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്ത് പോവുക. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക്
ഈ കാൽക്കുലേറ്റർ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് മാറും. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്ത് ആൻസേഴ്സിലേക്ക് എത്താൻ സാധിക്കും. So I hope you got an overall idea of the GATE scientific calculator and I wish you the best for the examination.